എനിക്ക് ക്യാമറ നോക്കി ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ ദിവസമായി ഇങ്ങനൊരു വീഡിയോ ചെയ്തിട്ട് ഇങ്ങനെ അതുകൊണ്ട് ഞാനിങ്ങനെ ക്യാമറയൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ചിലപ്പോഴേ ഞാനിത് പോസ്റ്റ് ചെയ്യത്തുള്ളൂ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ. ഞാൻ എൻ്റെ വീട്ടിലോട്ട് വന്നേക്കുമായിരുന്നു ഒരു ആഴ്ചയായി. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് കുറച്ച് ടാസ്ക്കൊക്കെ കഴിഞ്ഞ് ഇപ്പം പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ചെയ്യാമെന്ന്. എന്ത് വീഡിയോ, എങ്ങനത്തെ വീഡിയോ എന്നൊന്നും എനിക്കൊരു പ്ലാനൊന്നുമില്ല. ജസ്റ്റ് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ ഇൻട്രോ പറയാനായിട്ട് ഞാനിപ്പോൾ ഒരു കുറഞ്ഞത് 10 തവണ ഞാൻ എൻ്റെ ഇൻട്രോ എടുത്തു. ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല. എന്താണെന്ന് വെച്ചാൽ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. കുറച്ചായി ഞാനിങ്ങനെ ഓൺ വോയിസിൽ വീഡിയോ ചെയ്തിട്ട്. അതിൻ്റേതാവും എനിക്കങ്ങോട്ട് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ആവുന്നു വേർഡ്സൊക്കെ. സോ ഇവിടെ നിന്ന് വേറെ ആരുമില്ല, ഞാനും കുഞ്ഞും അമ്മൂമ്മയും മാത്രമേ ഉള്ളൂ. അമ്മ നാളെ ധനുമാസ തിരുവാതിര ആയതിൻ്റെ പ്രാക്ടീസിനായിട്ട് പോയിരിക്കുകയായിരുന്നു എന്നല്ല. പിന്നെ അനിയനും പപ്പയും കൂടെ പന്തളത്ത് തിരുവാഭരണം കാണാൻ വേണ്ടിയിട്ട് അമ്പലത്തിൽ പോയേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ എല്ലാ ജോലികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. എന്ത് വേണം തങ്കം? അപ്പൻ എന്താ പറ്റി തങ്കം? ഞാൻ വീഡിയോ എടുക്കുന്നത് മനസ്സിലാക്കിയപ്പോൾ തന്നെ കണ്ടോ, എൻ്റെ കുട്ടി വന്നിരിക്കുകയാണ്. അങ്ങനെ ഇവിടെ ഒരു 11 മണിയായി രാവിലെ. അപ്പോൾ ഉച്ചക്കലത്തെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ആയി. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ കുറേ താഴെ ഇരിക്കണോ സൂത്രമല്ല, നമുക്ക് ഏത്തപ്പഴം ഫ്രൈ ചെയ്ത് കഴിക്കും. ഞാനിങ്ങനെ കുറേ റീൽസ് കാണാറുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് സ്വന്തം വീട്ടിലേക്ക് വരുമ്പോൾ 10 മണി വരെ കിടന്നുറങ്ങുന്ന പെൺകുട്ടികൾ, അല്ലെങ്കിൽ കുക്ക് ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട മടിച്ചികളാവുന്ന ടൈപ്പ് ആൾക്കാരെ പറ്റിയിട്ടൊക്കെ റീൽസ് കൂടുതൽ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ അവൾക്ക് പഴം നെയ്യിലാക്കിയിട്ടുള്ളത് കൊടുത്തു ഉറക്കി. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ കുറേ റീൽസ് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ പെൺകുട്ടികളാണെങ്കിൽ സ്വന്തം വീട്ടിലേക്ക് വരുമ്പോൾ ജോലിയൊന്നും ചെയ്യാതെ ഒരു 10 മണി വരെ കിടന്നുറങ്ങുന്നു, അല്ലെങ്കിൽ 3 നേരം ഫുഡ് ഫ്രീ ആയിട്ട് കിട്ടുന്നു, അങ്ങനെയൊക്കെ ഒന്നും ചെയ്യേണ്ട അങ്ങനെ. പക്ഷെ അങ്ങനെ അല്ലാത്ത കുട്ടികളുണ്ടല്ലോ, ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇവിടെയാണെങ്കിൽ എനിക്ക് എൻ്റെ വീട് തോന്നുന്നത് ഒരു ബിഗ് ബോസ് ഹൗസ് പോലെയാണ്. ഇപ്പോൾ ഇവിടെയുള്ള എല്ലാവർക്കും ഓരോ ടാസ്കുകളുണ്ടാവും എപ്പോഴും. അങ്ങനെ ആർക്കും അങ്ങനെ മാറിയിരിക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ രാവിലെ നേരത്തെ എഴുന്നേൽക്കണം, അത് കൃത്യസമയത്ത് എഴുന്നേൽക്കണം എന്നൊക്കെ. ഞാൻ പഠിക്കുന്ന സമയത്താണേലും അങ്ങനെയൊന്നും ഞാനങ്ങനെ ഒരുപാട് നേരം ഒന്നും കിടന്ന് ഉറങ്ങിയിട്ടൊന്നുമില്ല. മാക്സിമം ഒരു 7 മണി, അതൊക്കെയാണ്. 7 മണിയൊക്കെയാണ് രാവിലെ കൂടുതൽ ഉറങ്ങിയിട്ടുള്ളത്. 7 മണി വരെയൊക്കെ ഉറങ്ങിയിട്ടുള്ളൂ. അല്ലാതെ 10 മണിയും 8 മണിയും 8:30 ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെയൊന്നും ഉറങ്ങിയിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ ദുബായിൽ ഹസ്ബൻഡിനോടുള്ള സമയത്ത് ലേറ്റായിട്ട് എഴുന്നേറ്റിട്ടൊക്കെ കണ്ടേ. പക്ഷെ എഴുന്നേറ്റ് കഴിയുമ്പോൾ നമുക്കൊരു ഗിൽറ്റ് ഫീലിംഗ് ആണ്. അയ്യോ, താമസിച്ച് എഴുന്നേറ്റല്ലോ എന്നുള്ളൊരു ഫീലിങ്. നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൊരു സമയം കൂടുതൽ കിട്ടുന്ന പോലെ തോന്നിക്കും. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ശീലിപ്പിച്ചേക്കുന്നത്. പിന്നെ എനിക്കെപ്പോഴും തോന്നാറുണ്ട്, ചില ദിവസങ്ങളിൽ നമുക്കൊരു റെസ്റ്റ് എടുക്കാൻ, അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള രീതിയിലൊരു സ്ലോ ഡൗൺ ചെയ്യാൻ പറ്റണം. അല്ലാതെ ചിലപ്പോൾ ഇങ്ങനെ ഒന്ന് കിടക്കണമെന്ന് തോന്നിയാൽ കിടക്കാൻ പറ്റണം, അതില്ലെങ്കിൽ ഒരു സുഖമില്ല. പക്ഷേ ഇവിടെ എല്ലാവരും, എൻ്റെ അനിയനൊക്കെ എനിക്കൊന്ന് 4:30-5 മണിയാകുമ്പോൾ എഴുന്നേൽക്കും. എന്തായാലും 6:30-ക്കുള്ളിൽ എല്ലാവരും എഴുന്നേൽക്കും. ഞാനിവിടെ വരുമ്പോഴാണെങ്കിലും ട്രിവാൻഡ്രത്ത് വയ്ക്കുമ്പോൾ അവിടുത്തെ രീതി, ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ പോലെ. അപ്പോൾ അങ്ങനെ എല്ലാ ജോലികളൊക്കെ ചെയ്യും, കുക്കിംഗ് ചെയ്യും. ഇന്നത്തെ മീൻകറി ഞാനാണ് വെച്ചത്. അങ്ങനെ എല്ലാമൊക്കെ ചെയ്യും. അല്ലാതെ അങ്ങനെ എല്ലാ പെൺകുട്ടികളും അങ്ങനെ ജനറലി ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ. വണ്ടി വരുന്നു. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നല്ലോ ഒരു പ്ലാനില്ലാതെയാണ് ഈ വീഡിയോ എടുക്കുന്നതെന്ന്. സോ അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് ഒരു ഫിലിം കാണാൻ വേണ്ടിയിട്ടാണ്. ഞാനും എൻ്റെ അനിയനും
ഫസ്റ്റ് ടൈമാണ് ഒരുമിച്ചൊരു സിനിമ കാണാൻ പോകുന്നത്. തിയേറ്റർ മാത്രമേ ഓപ്പൺ ചെയ്തിട്ടുള്ളൂടാ. ബാറ്റ് ശരി. ഇതേ ഉള്ളല്ലേ? അത് ശരി. എത്ര അടുത്താണ്. ഈവനിങ് 4:30 ഷോയ്ക്കായിരുന്നു ബുക്ക് ചെയ്തിരുന്നത്. ഞങ്ങൾ എത്തിയപ്പോഴേക്കും അധികം ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. നിവിൻ പോളിയുടെ സർവ്വമായ എന്ന് പറഞ്ഞ മൂവിക്കാണ് നമ്മൾ വന്നത്. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി നിവിൻ്റെ ആക്ടിങ്. അതിലെ ഹീറോയിനൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഓവറാക്കാതെ ആക്ട് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയത്. തിയേറ്ററിൽ നിന്ന് മൂവി കാണുമ്പോഴെല്ലാം ഹസ്ബൻഡിനെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ സിനിമകൾ കണ്ടിട്ടുള്ളത് ഹസ്ബൻഡിൻ്റെ കൂടെ ആയതുകൊണ്ട് എനിക്ക് നല്ല മിസ്സിങ് ആയിട്ട് തോന്നി. മൂവിയൊക്കെ കണ്ടിട്ട് വഴിക്ക് ഒരു കോഫിയും ഷവർമയൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയത്. സോ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ പോയി.